ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞതും ഓൺലൈൻ അന്വേഷിച്ചിട്ട് അവധേനെ കുറിച്ച് അറിഞ്ഞതൊക്കെ അങ്ങനെയാണ്. കാരണം ജോലി നിർത്തിയിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കോൺഫിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. ഹസ്ബൻഡാണ് ഫണ്ട് തന്നത്. ബാലൻസ് ഫീസ് ജോബ് കിട്ടിയിട്ട് അടച്ചാൽ മതി, അത് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. ആളെ സപ്പോർട്ടീവായിട്ട് നിന്നു. കറക്റ്റ് 3 മന്ത് ഡ്യൂറേഷനിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓൺലൈനായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ മക്കള് കൂടെ ഉള്ളപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മോൾ എനിക്കൊരു സപ്പോർട്ടായിരുന്നു. SLC വരെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ നല്ലോണം കഴിഞ്ഞിട്ടില്ല. അത് SLCയും കംപ്ലീറ്റ് ആക്കി, ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റും കിട്ടി. എല്ലാത്തിനും സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ്. മോനെ 5 വയസ്സാണ്. അപ്പൊ എനിക്ക് പോയിട്ട് പഠിക്കുന്ന കാര്യം അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തു. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് നാട്ടിലല്ല, ഗൾഫിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാലോ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് വാലിഡിറ്റി ഉണ്ട്. നന്നായിട്ട് ഒത്തിരി ജോബൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഹസ്ബൻഡാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ കോഴ്സ് പഠിക്കൂ, എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് കുട്ടിയുടെ കാര്യവും നോക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ, ഡൗട്ട് ക്ലിയറിംഗ് ചെയ്യാനാണെങ്കിൽ തന്നെ ലൈവായിട്ട് കയറി നമുക്ക് നമ്മുടെ ടൈമിൽ പഠിക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ ഇന്ന് അവോധ വഴി ഒരു വെൽ റെപ്യൂട്ടഡ് ഓർഗനൈസറിൽ പ്ലേസ്ഡ് ആണ്. ഇന്നിപ്പോ ഞാൻ ഇന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെയും ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട്. എല്ലാ വീട്ടമ്മമാർക്കും ഒരു പേടി ഉണ്ടാവും, ഞങ്ങൾക്കൊന്നും ഇത് കഴിയൂല എന്നുള്ളത്. ഏജ് ഒക്കെ എത്രയായാലും എത്തിയില്ലേ. എന്തായാലും ഈ അവോധന്റെ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഈ ഇതിലൊക്കെ എത്താൻ പറ്റി.